ഡൊണാൾഡ് ട്രംപ് വീണ്ടും ചൈനയ്ക്കെതിരെ തിരിയുന്നു. അതായത് SCO ഉച്ചകോടിയെ തുടർന്ന് ചൈന അമേരിക്കയ്ക്കെതിരെ ഒരു യുദ്ധ പ്രഖ്യാപനം തന്നെ നടത്തുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നോർത്ത് കൊറിയൻ പ്രസിഡന്റായിട്ടുള്ള കിം ജോങ് ഉന്നിനെയും ഒക്കെ ചൈനയിൽ കൊണ്ടുവന്നത് അമേരിക്കയ്ക്കുള്ള കൃത്യമായ വാണിംഗ് തന്നെയായിരുന്നു. ഇപ്പോൾ അമേരിക്ക തിരിച്ചടി തുടങ്ങിയിരിക്കുന്നു. അതായത് നാസയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും ചൈനീസ് പൗരന്മാരെ ഒഴിവാക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നു. അതായത് ചൈനയിൽ നിന്ന് വിദ്യാർത്ഥികൾ, ഗവേഷകർ, സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ, കരാർ മേഖലയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ തന്നെ നാസയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവരെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നു. സാങ്കേതികമായ കാരണങ്ങൾ പറഞ്ഞ് സുരക്ഷാ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരം ഒരു നീക്കം നടത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ അമേരിക്കയുടെ ബഹിരാകാശ ഗവേഷണ രംഗത്തിന് ഒരു ഭീഷണിയായിട്ട് ചൈന മാറുമോ എന്ന് ട്രംപ് ഭയക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ മാറ്റി നിർത്തൽ നടക്കുന്നത്. അതായത് അമേരിക്ക മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. റഷ്യയും സ്വാഭാവികമായിട്ടും അത്തരം പ്രവർത്തനങ്ങളിൽ ഏറെ മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ്. ഇവിടെ ചൈനയും മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നു. അങ്ങനെ നാസയുമായി ബന്ധപ്പെട്ടുള്ള ഗവേഷണ പ്രവർത്തനങ്ങൾ, ഉപകരണങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിലൂടെ അവർക്ക് കൂടുതൽ അനുഭവ സമ്പത്ത് വരും. മാത്രമല്ല, കമ്പ്യൂട്ടർ വിതരണ ശൃംഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നതിലൂടെ ഇതിൻ്റെ സാങ്കേതിക വിദ്യ സ്വായത്തമാക്കാൻ ചൈനീസ് പൗരന്മാർക്ക് കഴിയും. അപ്പം സെൻസിറ്റീവായ മേഖലകളിലൊക്കെ തന്നെ ചൈനീസ് പൗരന്മാരുടെ ഇടപെടലുണ്ടായാൽ അമേരിക്കയുടെ ഗവേഷണ രംഗത്തെ നേട്ടങ്ങൾ ഒരുപക്ഷെ ചാരപ്രവൃത്തിയിലൂടെ അവർ കൊണ്ടുപോകുമെന്ന് അമേരിക്ക ഭയപ്പെടുന്നു. ഇവിടെ ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ, ഈ സെപ്റ്റംബർ 5 മുതൽ ചൈനയിലെ ആളുകൾക്ക്, അതിലെ ചൈനീസ് പൗരന്മാർക്ക് നാസയുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനങ്ങളിലും പങ്കെടുക്കാനുള്ള അനുമതി നൽകരുതെന്നാണ് ട്രംപ് ഉത്തരവിട്ടിരിക്കുന്നത്. കാരണം ഭൗതികവും സൈബർ സുരക്ഷാ സംബന്ധവുമായിട്ടുള്ള ചില പ്രതിരോധ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കുന്നു എന്നാണ് നാസയുടെ വക്താവായ ബഥാനി സ്റ്റീഫൻസ് പറഞ്ഞിരിക്കുന്നത്. അപ്പം മുമ്പ് ചൈനീസ് പൗരന്മാർ പരിമിതമായ ശേഷികൾ കൊണ്ട് ഗവേഷണ രംഗത്ത് വലിയ നേട്ടങ്ങളൊക്കെ കൈവരിച്ചു. അത് ഈ ട്രംപിൻ്റെ അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു ഔദാര്യം കൊണ്ടാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ ബീജിങ്ങിൻ്റെ സാങ്കേതിക അഭിലാഷങ്ങളെക്കുറിച്ച് വാഷിങ്ടണിൽ വലിയ സംശയങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. കാരണം ഈ ചൈനയ്ക്ക് ഒരു സ്പേസ് സ്റ്റേഷനൊക്കെ ഉണ്ട്. അങ്ങനെ സ്പേസ് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വലിയ രീതിയിലുള്ള ഒരു മികവ് ചൈന ബഹിരാകാശ ഗവേഷണ രംഗത്ത് വരുത്തും. അപ്പം ഈ ഡേറ്റകളൊക്കെ കളക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് US കോൺഗ്രസ് എത്രയോ കാലമായിട്ട് ചൈനീസ് പൗരന്മാരെ വിലക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ഒരു അവസരം ഒത്തുവന്നപ്പോൾ ഡൊണാൾഡ് ട്രംപ് നേരെ ചാടി വീണു എന്ന് പറയാം. അപ്പോൾ ചൈനീസ് പൗരന്മാരെ പ്രത്യേകിച്ച് സെൻസിറ്റീവ് മേഖലകളിൽ നിന്ന് ചാരപ്രവർത്തി നടത്താൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാണ് ഇപ്പോൾ ഒഴിവാക്കുന്നത്. അപ്പോൾ ചൈനയിലെ വിദ്യാർത്ഥികൾക്കോ ഗവേഷകർക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന കരാർ തൊഴിലെടുക്കുന്നവർക്കോ ഒന്നും തന്നെ ഈ തരത്തിൽ ഇനി നാസയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ പറ്റില്ല. അപ്പം ഒരു രണ്ടാം ബഹിരാകാശ മത്സരം അമേരിക്കയുമായിട്ട് ചൈന നടത്താൻ പോകുന്നു. അതുകൊണ്ട് തന്നെ ബഹിരാകാശത്തേക്ക് ചൈന യാത്രികരെ അയക്കാൻ പോകുന്നു എന്നുള്ള വാർത്തയൊക്കെ നേരത്തെ പുറത്തു വന്നാം. ഇവിടെ ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രതീകാത്മകമായ വൈരാഗ്യം മാത്രമല്ല ഇവർ നടത്തുന്നത്. കാരണം ചൈനയിൽ നിന്ന് ആളുകൾ ചന്ദ്രനിലേക്ക് പോയി അങ്ങനെ ബഹിരാകാശ ഗവേഷണത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത് അമേരിക്കയ്ക്ക് താല്പര്യമില്ല. കാരണം ഈ അപൂർവ ഭൗമധാതുക്കൾ, അതുപോലെ ഇരുമ്പ്, ഹീലിയം എന്നിവയുള്ള ഉൾപ്പെടെയുള്ള വിലപ്പെട്ട വിഭവങ്ങളൊക്കെ തന്നെ ചന്ദ്രനിലുണ്ടെന്നും അവിടെ ചൈന ആധിപത്യം സ്ഥാപിച്ചാൽ അത് ഭാവിയുടെ അമേരിക്കൻ പ്രവർത്തനങ്ങൾക്ക് മുന്നേറ്റത്തിനൊക്കെ വലിയ തടസ്സമുണ്ടാകുമെന്നാണ് പറയുന്നത്. മാത്രമല്ല, ബഹിരാകാശ സംഘർഷങ്ങളൊക്കെ ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ്. ഇവിടെ ഇന്ത്യക്ക് ബഹിരാകാശ ഗവേഷണ രംഗത്ത് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയുടെ ഒക്കെ ഭാഗമായിട്ട് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെട്ടു. അപ്പോൾ അതിർത്തിയിലുള്ള സംഘർഷങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നു. കച്ചവട താല്പര്യങ്ങൾ ഇരു രാജ്യങ്ങളും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. എന്തിന്? സൈനിക സാമ്പത്തിക കാര്യങ്ങളിൽ പോലും സഹകരണം മെച്ചപ്പെടുത്താൻ തീരുമാനിച്ചു. ഇരു രാജ്യങ്ങളിലെയും പൗരന്മാർക്കുള്ള വിലക്ക് ഒക്കെ നിയന്ത്രിച്ചിട്ട് വിമാന സർവീസുകൾ ആരംഭിച്ചു. അങ്ങനെയുണ്ടെങ്കിൽ സ്വാഭാവികമായും ഈ സ്പേസുമായി ബന്ധപ്പെട്ട ഗവേഷണ രംഗത്ത് ഇന്ത്യൻ സഹായം ചൈനയ്ക്ക് ലഭിക്കുമെന്ന് അമേരിക്ക ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യരാശിക്കുള്ള ഒരു കൂട്ടായ ദൗത്യത്തിന് ഒരുപക്ഷെ ചൈനയ്ക്ക് ഇന്ത്യ പിന്തുണ നൽകിയേക്കുമെന്ന് അമേരിക്ക ഭയപ്പെടുന്നു. അങ്ങനെ ചൈനീസ് പൗരന്മാരെ ഇവിടെ മാറ്റി നിർത്തുന്നു. ഒപ്പം മറ്റൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട് അമേരിക്ക. അതായത് ഇന്ത്യയുമായിട്ടുള്ള ഈ വ്യാപാര ബന്ധത്തിൽ വലിയ തടസ്സങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും
അതൊക്കെ പരിഹരിക്കാം. ഇനി ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയുമായിട്ട് ഞാൻ നല്ല ബന്ധം പുലർത്താൻ പോകുന്നു എന്ന് പറയുന്നു. ഒപ്പം തന്നെ G7 കൂട്ടായ്മ നടക്കുമ്പോൾ അതിലേക്ക് സമ്മർദ്ദം ചെലുത്താനും അമേരിക്ക ശ്രമിക്കുന്നു. അതായത് UK-യും കാനഡയും ഇറ്റലിയും ഫ്രാൻസും ഒക്കെ അടങ്ങുന്ന ഈ G7 രാജ്യങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഇന്ത്യക്കെതിരെ 100% താരിഫ് വർദ്ധിപ്പിക്കുക. അതായത് ഇന്ത്യയും ചൈനയുമാണ് റഷ്യയ്ക്ക് ക്രൂഡ് ഓയിൽ വാങ്ങിച്ചുകൊണ്ട് ഉക്രൈനെതിരെ യുദ്ധം ചെയ്യാൻ സഹായം നൽകുന്നത്. അതുകൊണ്ട് ഇരു രാജ്യങ്ങൾക്കുമെതിരെ നമ്മൾ വീണ്ടും താരിഫ് വർദ്ധിപ്പിക്കണം. ഇത് യൂറോപ്യൻ യൂണിയനുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ചില വ്യാപാര കരാറുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് ഏതാണ്ട് അന്തിമ ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് യൂറോപ്യൻ രാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്തി ഇന്ത്യക്കെതിരെ നിലപാട് സ്വീകരിക്കാൻ പറയുന്നത്. അപ്പം നാസയിൽ നിന്ന് അതിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് ചൈനയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു അടി കൊടുക്കാൻ പോകുന്നു. ഇപ്പുറത്ത് ഇന്ത്യ നല്ല ഫ്രണ്ടാണ്, മോദിയുമായിട്ട് ഇനി കൂടിക്കാഴ്ച നടത്താൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോഴും രഹസ്യമായിട്ട് യൂറോപ്യൻ യൂണിയനിലും G7 രാജ്യങ്ങളിലും സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഈ രാജ്യങ്ങൾക്ക് ഒരു പിന്തുണയും നൽകരുത്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, വ്യാപാരം വർദ്ധിപ്പിക്കാനായിട്ട്, താരിഫ് വർദ്ധിപ്പിക്കാനായിട്ട് നീക്കം നടത്തുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയും റഷ്യയും ചൈനയും ഒക്കെ ചേർന്ന ഒരു ശാക്തിക ചേരി ഉയർന്നു വരുന്നതിനെതിരെ അമേരിക്ക നിലപാടുകൾ ആരംഭിച്ചു എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. കാരണം വ്ളാഡിമിർ പുടിൻ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, ബ്രിക്സ് രാജ്യങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ലോകത്ത് എല്ലാ രാജ്യങ്ങളും ഒരുപോലെ സൈനിക, സാമ്പത്തിക, വ്യാപാര മേഖലകളിൽ ഉയർന്നു വരണം, അല്ലാതെ ഒരു ഏകാധിപത്യ ശക്തി ഇനി ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അമേരിക്കൻ നീക്കത്തിന് ഞങ്ങൾ വെല്ലുവിളി ഉയർത്തുന്നു. അങ്ങനെ ഒരു നീക്കം നടത്തുകയാണെങ്കിൽ ഏത് രീതിയിൽ വേണമെങ്കിലും അതിനെ പ്രതിരോധിക്കാൻ ഈ കൂട്ടായ്മ തയ്യാറാകും എന്നുകൂടിയാണ് ഈ ബ്രിക്സ് രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുടിൻ പറഞ്ഞത്. ചുരുക്കം പറഞ്ഞാൽ ചൈനയെ ഭയപ്പെടുത്താനായിട്ട് നാസയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്ന് അവരെ ഒഴിവാക്കുന്നു. ഇനി ഇന്ത്യയെ ഭയപ്പെടുത്താനായിട്ട് ട്രേഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്നു. G7 രാജ്യങ്ങളും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ത്യക്കെതിരെ 100% തീരുവ കൂട്ടണമെന്ന് പറയുന്നു. അപ്പം അമേരിക്കയുടെ ഈ തന്ത്രത്തോട് ഇന്ത്യയും ചൈനയും എങ്ങനെ പ്രതികരിക്കുമെന്ന് ലോകം ഇനി ഉറ്റുനോക്കും. അപ്പോൾ രണ്ട് വൻ ശക്തികൾ തമ്മിലുള്ള ശാസ്ത്രീയ സാങ്കേതിക സഹകരണം മെച്ചപ്പെടുത്തണമെന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോൾ അമേരിക്കയുടെ പ്രഖ്യാപിത ലക്ഷ്യം ചൈനയുടെ ബഹിരാകാശ മേഖലയിലെ നേട്ടങ്ങളെ ഇകഴ്ത്തണം. മാത്രമല്ല ഇന്ത്യക്ക് ബഹിരാകാശ രംഗത്ത് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ചൈനയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇന്ത്യക്ക് സഹായിക്കാൻ കഴിയും, ഇന്ത്യ അവരെ പിന്തുണയ്ക്കും. മാത്രമല്ല റഷ്യയും ഇത്തരത്തിലുള്ള പര്യവേഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ കൂട്ടായ്മ വളർന്നു വരുന്നത് അമേരിക്കയുടെ ഗവേഷണ മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാണ്. അവർ പറയുന്നു, നാസയുമായി ബന്ധപ്പെട്ട കമ്പ്യൂട്ടർ ശൃംഖലകളുടെ ഉപകരണങ്ങളുടെയൊക്കെ കൈകാര്യം ചെയ്യലിലൂടെ ചൈനീസ് പൗരന്മാർക്ക് ഈ വിവരങ്ങൾ, ഡേറ്റാസൊക്കെ സ്വന്തമാക്കാൻ സാധിക്കും, അത് ചൈനയിലേക്ക് കടത്തിക്കൊണ്ടുപോകാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഈ ചൈനയിലെ വിദ്യാർത്ഥികൾ, ഗവേഷകർ, ഈ കരാർ ജോലിക്കായി എത്തുന്ന സാങ്കേതിക വിദഗ്ധർ ഇതൊക്കെ തന്നെ ചൈനീസ് ചാരന്മാരാണെന്ന പരോക്ഷമായൊരു സൂചന നൽകുകയാണ്. ഇവിടെ ട്രംപിനെ ഭീഷണിപ്പെടുത്താനായിട്ട് അവിടെ ജപ്പാനെതിരായിട്ടുള്ള യുദ്ധവിജയത്തിൻ്റെ 80ാം വാർഷികത്തോടനുബന്ധിച്ച് സൈനിക പരേഡൊക്കെ ചൈന നടത്തിയിരുന്നു. അതിലേക്ക് കിം ജോങ് ഉന്നും വന്നു. അമേരിക്ക എപ്പോഴും പേടിക്കുന്ന രാജ്യമാണ്. അങ്ങനെയുള്ള രാജ്യങ്ങളുടെ കൂട്ടായ്മ ഇപ്പുറത്ത് ഒരു ശാക്തിക ചേരിയായി മാറുന്നു എന്ന് അമേരിക്കയെ ഭയപ്പെടുത്തുകയാണ്. കാരണം അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്താൻ ആഗ്രഹമുണ്ടായിരുന്നു. അത്തരം ഒരു കൂടിക്കാഴ്ചയ്ക്ക് മുമ്പായിട്ട് പുടിനും മോദിയും കിമ്മും ഒക്കെ ആയിട്ട് എനിക്ക് നല്ല ബന്ധമാണെന്ന് വരുത്തി തീർക്കാൻ ചൈനയ്ക്ക് സാധിച്ചു. അപ്പോൾ 140 കോടിയോളം ജനങ്ങളുള്ള ചൈനയ്ക്ക് അമേരിക്ക വിലക്ക് ഏർപ്പെടുത്തിയാൽ, അമേരിക്ക വ്യാപാര തീരുവയൊക്കെ കൂട്ടിയാൽ 145 കോടിയോളം ജനങ്ങളുള്ള ഇന്ത്യയുമായിട്ട് പുതിയ കരാറിൽ ഏർപ്പെടാം. മാത്രമല്ല ഇരു രാജ്യങ്ങളും ആഫ്രിക്കയുമായിട്ട്, യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളുമായിട്ടൊക്കെ തന്നെ നല്ല ബന്ധം പുലർത്തുന്നു. അതുകൊണ്ടാണ് G7 രാജ്യങ്ങളുടെ കൂട്ടായ്മ ഒത്തുചേരുമ്പോൾ ഇന്ത്യക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം, ചൈനയ്ക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. മാത്രമല്ല യൂറോപ്പിലെ പല രാജ്യങ്ങളും ഇപ്പോൾ അമേരിക്ക പറയുന്ന പോലെയല്ല കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ടുള്ള നല്ല വ്യാപാര ബന്ധം പുലർത്താനായിട്ട് ആ രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഫ്രാൻസുമായിട്ട്, ജർമ്മനിയുമായിട്ട്, UK-യുമായിട്ടൊക്കെ ഇന്ത്യ സൈനിക ബന്ധവും മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് ഒരു ചവിട്ട് കൊടുക്കുക,
അല്ലെങ്കിൽ എന്താ ഒന്ന് പുറത്തേക്ക് മാറ്റി തള്ളി നിർത്തുക എന്നുള്ളത് യൂറോപ്യൻ രാജ്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. അതിന് തടയിടാൻ വേണ്ടിയിട്ടാണ് ആദ്യം നാസയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ചൈനയെ അകറ്റി നിർത്താനായിട്ട് ഒരു ശ്രമം നടത്തുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിച്ചുകൊണ്ട് റഷ്യക്ക് ഉക്രൈനെ ആക്രമിക്കാനുള്ള പണം നൽകുന്നു എന്ന് പറഞ്ഞിട്ട് ഇന്ത്യക്ക് ഒരു പണി കൊടുക്കാനായിട്ട് ട്രംപ് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഒരേ സമയം രണ്ട് ശത്രുക്കൾക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് അമേരിക്ക ഒരു വൃത്തികെട്ട കളി കളിക്കാനായിട്ട് പോവുകയാണ്. ഒപ്പം വെനസ്വേലയെ ആക്രമിക്കാൻ ശ്രമം നടത്തുന്നു. കാരണം ഏറ്റവും അധികം എണ്ണ നിക്ഷേപമുള്ള രാജ്യം വെനസ്വേലയാണ്. അവിടേക്കൊരു ആക്രമണത്തിനായിട്ട് അമേരിക്ക തയ്യാറെടുപ്പ് നടത്തുന്നു. ഇപ്പുറത്ത് ഇസ്രയേൽ ഖത്തറിനെ ആക്രമിച്ചപ്പോൾ പരോക്ഷമായിട്ട് ഇസ്രയേലിനെയും പിന്തുണയ്ക്കുന്നു. അപ്പം ലോകത്തെ അനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അമേരിക്ക കയറി ഇടപെടുന്നു എന്നുള്ളത് റഷ്യയും നോക്കിക്കാണുന്നുണ്ട്, ചൈനയും നോക്കിക്കാണുന്നു, ഇന്ത്യയും നോക്കിക്കാണുന്നു. അതുകൊണ്ടാണ് ഈ പറയുന്ന ഇന്ത്യക്കും ചൈനയ്ക്കും ആദ്യഘട്ടത്തിൽ പണി നൽകാനായിട്ട് ട്രംപ് വീണ്ടും ശ്രമിക്കുന്നത്. ഇതിനോട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ബ്രിക്സിലെ രാജ്യങ്ങൾ ഇവയൊക്കെ തന്നെ എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം.